നമസ്കാരം. എന്നെ മനസ്സിലായി കാണുമല്ലോ. ഒരു പ്രത്യേക വിഷയം പറയുകയാണ് ഉദ്ദേശം. പുതുതായി കണ്ടെത്തുന്ന മരുന്നുകൾ മനുഷ്യനുമേൽ പ്രയോഗിക്കുന്നതിന് മുമ്പ് ഞങ്ങളിലാണ് പരീക്ഷിക്കാറുള്ളത്. അത്തരത്തിൽ പ്രമേഹത്തിനെതിരെ കണ്ടെത്തുന്ന മരുന്നുകൾ ഞങ്ങളിൽ പരീക്ഷിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങൾക്ക് പ്രമേഹം ഉണ്ടെങ്കിലല്ലേ ആ മരുന്ന് കുത്തിവെച്ചിട്ട് കാര്യമുള്ളൂ. അതിനായി മനുഷ്യൻ ആദ്യം ഞങ്ങളിൽ പ്രമേഹം വരുത്തുന്നതിനായി മരുന്ന് കുത്തിവെക്കും. അതിനുശേഷമാണ് പ്രമേഹത്തിനെതിരെ കണ്ടെത്തിയ മരുന്ന് കുത്തിവെച്ച് ഫലമറിയുന്നത്. അങ്ങനെ ഞങ്ങളിൽ പ്രമേഹം ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് അലോക്സിൻ. ഈ വിഷം കേരളീയർ നിത്യം അകത്താക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എന്തു തോന്നുന്നു? അതെ, നമ്മുടെ സംസ്ഥാന ഭക്ഷണമായി തീർന്ന പൊറോട്ട എന്ന വസ്തുവാണ് നമുക്ക് ഭീഷണിയായിട്ടുള്ളത്. ഹോട്ടലിൽ കയറിയാൽ കുട്ടികൾക്ക് അതുമാത്രം മതി എന്ന സ്ഥിതിയാണ്. കണക്കുകൾ നോക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് കേരളത്തിലാണ്. ഈ പൊറോട്ട അഡിക്ഷനും പ്രമേഹവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. പൊറോട്ട ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടാണല്ലോ. എന്താണ് ഈ മൈദ? ഗോതമ്പിൽ നിന്നും റവ, ആട്ട എന്നിവയെല്ലാം എടുത്തു കഴിഞ്ഞ് കിട്ടുന്ന വെറും വേസ്റ്റാണ് മൈദ. ഗോതമ്പിന്റെ വേസ്റ്റിനെ പൊടിച്ച് മൈദയാക്കുന്ന പ്രക്രിയക്കിടയ്ക്ക് അതിനെ ബ്ലീച്ച് ചെയ്ത് വെളുപ്പിക്കുന്നതിന് ക്ലോറിൻ ഡയോക്സൈഡും സിൽക്ക് പോലെ മൃദുവാക്കുന്നതിന് അലോക്സിനും ഉപയോഗിക്കുന്നു. ഇത്തരത്തിൽ അലോക്സിൻ കലർന്ന മൈദ ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അലോക്സിൻ ശരീരത്തിൽ കലരുകയും മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസിലെ ബീറ്റ സെല്ലുകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ശരീരത്തിൽ ഇൻസുലിൻ ഉൽപാദനം കുറയുകയും പ്രമേഹം എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. കേരളത്തിൽ പ്രമേഹ രോഗികൾ കൂടുന്നു എന്ന വാർത്ത കേട്ടു കാണുമല്ലോ. പോസ്റ്ററുകൾ ഒട്ടിക്കാനുള്ള പശയായി മാത്രം ഉപയോഗിക്കേണ്ട ഒരു സാധനം നമ്മൾ ആഹാരമാക്കിയിരിക്കുന്നു. ഉണർന്ന് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. പൊറോട്ടയ്ക്കെതിരെ നമുക്ക് ഒന്നിക്കാം. നന്ദി.